ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ബയോളജി ക്ലാസ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ന്യൂറോണിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും പഠിച്ചു. ഇനിയും എന്താണ് ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്നൊന്നുകൂടെ നോക്കാം. ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. എങ്ങനെയാണ് ഇമ്പൾസ് ഉണ്ടാകുന്നതും അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ക്ലാസ് തുടങ്ങാം. ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ പഠിച്ചിരുന്നു. ഒന്നുകൂടെ റിക്കളക്ട് ചെയ്യാം. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സൈറ്റോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോഡ്സ്. ഇനി ഇമ്പൾസ് ജനറേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതിന് ഞാൻ ഈ ന്യൂറോണിന്റെ ഒരു കുറച്ച് പാർട്ട് ഇവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സെല്ലാണ്. സെല്ലിന് ഔട്ടർ പ്ലാസ്മ മെംബ്രെയിൻ ഓർ സെൽ മെംബ്രെയിൻ ഉണ്ട്. ഈ റെഡ് ലൈൻ കാണുന്നത് ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിനാണ്. പ്ലാസ്മ മെംബ്രെയിന്റെ രണ്ട് സൈഡിലും ഔട്ടർ സർഫസിലും ഇന്നർ സർഫസിലും ചാർജുകൾ കാണാം. ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാരണം ചില അയോണുകളുടെ പ്രസൻസ് ആണ്. ചില അയോണുകൾ, എസ്പെഷ്യലി സോഡിയം അയോൺ ആൻഡ് പൊട്ടാസ്യം അയോൺസ്. ദ ചാർജ് on the outer surface is positive and inner surface is negative. ഔട്ടർ സർഫസിൽ പോസിറ്റീവ് ചാർജും ഇന്നർ സർഫസിൽ നെഗറ്റീവ് ചാർജും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നോർമൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനിയും ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ ഈ ചാർജിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. Here a stimulus occurs. When the stimulus occurs, the distribution of ions differ. അയണിന്റെ ഡിസ്ട്രിബ്യൂഷന് ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ചാർജുകൾ ഓപ്പോസിറ്റ് ആയിട്ട് മാറുന്നു. ഔട്ടർ സർഫസ് നെഗറ്റീവും ഇന്നർ സർഫസ് പോസിറ്റീവുമായിട്ട് മാറുന്നു. ഇവിടെ കാണാൻ സാധിക്കും. ഔട്ടർ സർഫസ് പോസിറ്റീവ്, ഇന്നർ സർഫസ് നെഗറ്റീവ് ആയിരുന്നത് സ്റ്റിമുലസ് ഫോം ചെയ്തപ്പോൾ ഔട്ടർ സർഫസ് നെഗറ്റീവും ഇന്നർ സർഫസ് പോസിറ്റീവുമായി. ഈ ചാർജ് ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ മൊമെന്ററി ആണ്. ദ ഡിഫറൻസ് ഇൻ ചാർജ് ഈസ് ഓൺലി മൊമെന്ററി ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ് ദ അഡ്ജസന്റ് പാർട്ട്. അഡ്ജസന്റ് പാർട്ടിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. ആ ഒറിജിനൽ പാർട്ട് ആ നോർമൽ കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ദ അഡ്ജസന്റ് പാർട്ട് changes the charges, outer negative, inner positive, on both sides. As this process proceeds, this process proceed. Next part is stimulated, then again the other part, and finally it reaches the axonite. Impulses are transmitted as ഇലക്ട്രിക് ചാർജസ്. ഇമ്പൾസസ് ഇലക്ട്രിക് ചാർജസ് ആയിട്ടാണ് ഒരു ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇമ്പൾസ് സിനാപ്റ്റിക് നോബ് വരെ എത്തിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണണം. അതാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ന്യൂറോൺസിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന അല്ലെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന മെസ്സേജിനെ പറയുന്ന പേരാണ് നെർവ് ഇമ്പൾസ്. ദിസ് നെർവ് ഇമ്പൾസസ് ആർ ഇലക്ട്രിക് ഇമ്പൾസസ്. ഒരു ന്യൂറോണിൽ ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് സിനാപ്റ്റിക് നോബ് വരെ എത്തുന്നു. സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത ന്യൂറോണിന് അത് ട്രാൻസ്മിറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരിക്കലും രണ്ട് ന്യൂറോൺസ് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. These are two adjacent neurons, you can see. ഈ ഒരു ന്യൂറോണും അടുത്ത ന്യൂറോണും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല.
യു ക്യാൻ സീ എ സ്പേസ് ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. ഈ രണ്ട് ന്യൂറോണുകൾക്കിടയിൽ ഒരു സ്പേസ് കാണാൻ സാധിക്കും. ആ സ്പേസിനെയാണ് സിനാപ്സ് ഓർ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലൂടെ ഇമ്പൾസ് അടുത്ത ന്യൂറോണിൽ എത്തുന്നത്? Impulses when reach the synaptic knob, the synaptic knob produce a chemical. That chemical substance is called a neurotransmitter. When the impulses reach the synaptic knob, impulses synaptic knob എത്തി കഴിയുമ്പോൾ ആ സിനാപ്റ്റിക് നോബ് ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൺവേർട്ട് ദ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ടു കെമിക്കൽ ഇമ്പൾസ് ആൻഡ് സെൻഡ് ടു അഡ്ജസന്റ് ന്യൂറോൺ. സിനാപ്റ്റിക് നോബിൽ എത്തുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽ ഇമ്പൾസ് ആക്കി മാറ്റി അടുത്ത ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. പ്രധാനമായിട്ടും ഈ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കൊളൈൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അസറ്റൈൽ കൊളൈൻ. ഇറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. രണ്ട് നെർവ് സെല്ലുകൾ അല്ലെങ്കിൽ ന്യൂറോൺസ് തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ദ സ്പേസ് ഓർ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഈസ് കോൾഡ് സിനാപ്സ്. When the impulses in the synaptic knob is transferred to the adjacent neuron, the dendrite receive it and it pass through dendron, cell body, axon and to the synaptic knob. As this process continues, transmission of impulse take place. If we write the direction of impulse transmission or pathway of impulse transmission, we can write a flow chart like this. Dendrite, dendron, cell body, axon, axonite, synaptic knob, synapse, dendrite of adjacent neuron. That is the pathway from dendrite, dendron, cell body, axon, axonite, synaptic knob, synapse, dendrite of adjacent neuron. If we look into the figure, we can make that clear. Dendrite receive the impulse, then it is sent to the dendron, to cell body, axon, axonite. Then it reaches synaptic knob, synapse and to the adjacent neuron. ഇനിയും സിനാപ്സ് ഏതൊക്കെ ഭാഗത്താണ് കാണുന്നത്? രണ്ട് ന്യൂറോണുകൾക്കിടയിൽ മാത്രമാണോ സിനാപ്സ് ഉള്ളത്? അല്ല. സിനാപ്സ് ഈസ് സീൻ നോട്ട് ഓൺലി ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ബട്ട് ഓൾസോ ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ആൻഡ് എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. അപ്പോൾ സിനാപ്സ് ഒരിക്കലും രണ്ട് ന്യൂറോണുകൾക്കിടയിൽ മാത്രമല്ല കാണുന്നത്. രണ്ട് ന്യൂറോണുകൾക്കിടയിലും ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലിനും ഇടയിലും അതേപോലെ ഒരു ന്യൂറോണിനും ഒരു ഗ്ലാൻഡുലാർ സെല്ലിനും ഇടയിലും നമുക്ക്
സിനാപ്സ് കാണാൻ സാധിക്കും. അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ജംഗ്ഷൻ ഓർ സ്പേസ് ബിറ്റ്വീൻ ടു ന്യൂറോൺസ്, എ ന്യൂറോൺ ആൻഡ് എ glandular cell and a neuron and a muscle cell. That is about impulse transmission. Next, we have to study different types of neurons. Neurons are of two types based on the direction of impulse transmission. Neurons are of two types based on the direction of impulse transmission. The impulse എവിടേക്കാണ് പോകുന്നത് അതിനനുസരിച്ച് ന്യൂറോൺസിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ ആൻഡ് motor neuron. Sensory neurons carry impulses from sense organs to brain and spinal cord. Brain and spinal cord. Motor neuron carry impulses from brain and spinal cord to sense organs or other body parts. Sense organs or other body parts. But there are two types of neurons based on the direction of impulse transmission. Sensory neuron that carry impulses from sense organs to brain and spinal cord. Motor neuron carry impulses from brain and spinal cord to various parts of the body. The sensory neuron impulsesനെ സെൻസ് ഓർഗൻസിൽ നിന്നാണ് കൊണ്ടുവന്നത്. സെൻസ് ഓർഗൻസിൽ നിന്ന് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്ക് ഇമ്പൾസസ് ക്യാരി ചെയ്യുന്ന ന്യൂറോൺസ് ആണ് സെൻസറി ന്യൂറോൺ. മോട്ടോർ ന്യൂറോൺ നേരെ തിരിച്ച് ഇമ്പൾസസ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ നിന്ന് തിരിച്ച് ബോഡി പാർട്ടിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നെർവ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ഏതൊക്കെ തരം നെർവ്സ് ആണുള്ളതെന്നും അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നും നോക്കാം. നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. ഈ ഒരു ന്യൂറോണിലെ ആക്സോണുകൾ ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് കവർ ചെയ്യുമ്പോഴാണ് നെർവ്സ് ഉണ്ടാകുന്നത്. നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. Nerves are of three types. They are sensory nerve, motor nerve and mixed nerves. Sensory nerves are formed of sensory nerve fibers. Motor nerves are formed of motor nerve fibers and mixed nerves are formed of sensory nerve fibers and motor nerve fibers. The sensory nerve എന്ന് പറയുന്നത് sensory neurons ആണുള്ളത്. That is the neurons originating from sense organs and carry impulse to brain and spinal cord. Motor nerve consists of neurons that carry impulses from brain and spinal cord to various parts of the body. And mixed nerve consists of both sensory nerve fibers and motor nerve fibers, so they carry impulses to and from spinal cord and brain. From sensory neuron form sensory nerves. Sensory nerves are formed of sensory nerve fibers. They carry impulses from sense organs to brain and spinal cord. Motor nerve carry impulses from brain and spinal cord to various parts. Mixed nerve carries impulses to and from brain and spinal cord. So, let us conclude what we have discussed today. ഇന്നെന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ്, ഇമ്പൾസ് ജനറേഷൻ ആൻഡ് ഇറ്റ്സ് ട്രാൻസ്മിഷൻ. ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിനാപ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നർവ്സ്. ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഇത് എല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ,
charge distribution on either sides of plasma membrane of neuron in normal conditions. Then what is a synapse? What are neurotransmitters? Name a neurotransmitter. What are the different types of neurons? Fifth one is tabulate the features and functions of different types of nerves. Okay, thank you.